ഒരിക്കൽ കൂടി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ദീപക് ധർമ്മടത്തിലേക്ക് പോവുകയാണ്. ദീപക്, മന്ത്രിമാർ ഓരോരുത്തരായി അവരുടെ പ്രതികരണങ്ങൾ നൽകിയിരുന്നു. ദീപകിന് നേരത്തെ PC വിശ്വനാഥിന്റെ പ്രതികരണം നമ്മൾ കണ്ടു. എന്താണ് ഈ പുതിയ മന്ത്രിസഭ അതിന്റെ ചുമതലകൾ വഹിച്ചു തുടങ്ങുമ്പോൾ മന്ത്രിമാരുടെ പ്രതീക്ഷ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ ഒരു ജനകീയ ഉത്സവം അതായിരുന്നു നമ്മൾ കണ്ടത്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം, ജനസാഗരമായി ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം മാറി എന്നുള്ളത് തന്നെയാണ് നമുക്കിൽ പറയാവുന്നത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇതാ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിന്നും ജനങ്ങൾ പുറത്തേക്ക് പോകുന്നു. ചാണ്ടിയുമ്മനാണ് അവസാനം പുറത്തേക്കിറങ്ങുന്ന ജനപ്രതിനിധി എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. ചാണ്ടിയുമ്മൻ പ്രവർത്തകർക്കൊപ്പം സെൽഫി എടുത്ത് അദ്ദേഹം സെൽഫി ആഘോഷമാക്കുകയാണ് പ്രവർത്തകർക്കൊപ്പം. പക്ഷേ എടുത്തു പറയേണ്ടത്, ചാണ്ടിയുമ്മൻ ഇപ്പോൾ 24നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്യാബിനറ്റിൽ സ്ഥാനമുണ്ടാകും, മന്ത്രിയാകുമെന്ന് താൻ ആരോടും പറഞ്ഞില്ല, മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. അതൊരു ഗൂഢാലോചനയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ അപ്പ ഉമ്മൻചാണ്ടി ജനങ്ങൾക്കിടയിലാണ് ജീവിച്ചത്, അതുപോലെ ജനങ്ങൾക്കിടയിൽ ജീവിക്കും. മന്ത്രിസഭയിലില്ലെങ്കിലും ജനമനസ്സിൽ സ്ഥാനമുണ്ടെന്ന് ചാണ്ടിയുമ്മൻ ഉറപ്പിച്ചു പറയുന്നു. അത് വൈകാരിക പ്രതികരണം തന്നെയാണ്. കാരണം ആ വാക്കുകൾക്ക് വലിയ രാഷ്ട്രീയ മാനവുമുണ്ട്. മന്ത്രിസഭയിലേക്ക് അവസാന മിനിറ്റിലാണ് റോജി ജോൺ കടന്നു വരുന്നു, ചാണ്ടിയുമ്മൻ പുറത്താകുന്നു. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ ചാണ്ടിയുമ്മൻ ജനകീയമായി അതിനെല്ലാം നേരിടുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ. നമ്മളോടാണ് ആദ്യമായി ചാണ്ടിയുമ്മൻ ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 24നോടാണ് ആദ്യമായി പ്രതികരിക്കുന്നത്. അതിൽ വൈകാരിക പ്രതികരണം, ആ പ്രതികരണത്തിൽ പറയുന്നു, ജനമനസ്സിൽ തനിക്ക് സ്ഥാനമുണ്ട്, മന്ത്രിയായില്ലെങ്കിലും ജനങ്ങൾക്കിടയിൽ ജീവിക്കുമെന്നുള്ളത്. ആ പ്രതികരണത്തിന് രാഷ്ട്രീയ മാനം വളരെ വലുതാണ്. ദിൽന. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.